എൻ്റെ പേര് സിജി. ഞാൻ ഈ ഇടവക തന്നെയാണ്. എനിക്ക് 2-2.5 മാസമായി കൈമ്മ എല്ലിന് ടെന്നീസ് എൽബോ വേദന. അപ്പോൾ എനിക്ക് കൈ കൊണ്ട് നമ്മുടെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട്. അതുപോലെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യും വീട്ടിൽ, കത്തര വെട്ടാൻ, അതുപോലെ പിഴിയാൻ, അടിച്ചു വാരാൻ, അങ്ങനെ നമ്മൾ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാബു ബ്രദറിൻ്റെ ധ്യാനം ഇവിടെ നടക്കുമ്പോൾ വന്ന സൗഖ്യം കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനമാണ് എന്നെ പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു സൗഖ്യം ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സൗഖ്യമാവുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ 2 മനസ്സോടും കൂടി വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ബ്രദർ എൻ്റെ കൈ നീട്ടി പിടിച്ച് 1-2 തട്ടി. അപ്പോൾ തന്നെ എൻ്റെ കൈമത്തെ വേദന മാറി, ചെറിയൊരു പിടുത്തം പോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പിടുത്തം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു യേശു മോളെ തൊട്ടു, മോള് സൗഖ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും കരഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്നു. ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഞാനിവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ കൈ തിരിച്ച് മറിച്ച് നോക്കിയപ്പോൾ എൻ്റെ കൈമ ചുമന്ന നിരത്തിലുള്ളൊരു വര നീണ്ടിങ്ങനെ പോയേക്കണു. അപ്പോൾ ഞാൻ എൻ്റെ മക്കളും ചേച്ചിയും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിന് വീഡിയോ കോൾ വിളിച്ചത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ വേഗം നടന്നു പോയി. ഞങ്ങളുടെ അവിടുത്തെ സെൻറ്റ് പോൾസ് സ്കൂളിൽ എത്തണേക്കാൾ മുന്നേ ഈ വരെയൊക്കെ മാഞ്ഞു പോയി. പാടൊരു ഞരമ്പിൻ്റെ പോലെ ഒരു ചുമന്ന ലൈൻ ഇവിടുന്ന് ഇവിടം വരെയായിട്ട് ഇങ്ങനെ മിന്നലൊക്കെ വരില്ലേ, അതുപോലെ ഇങ്ങനെ പടർന്ന് കൊടുക്കണു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. കാരണം ഞാൻ ആരെങ്കിലും വിശ്വസിക്കണമല്ലോ ഇത് കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെയെന്ന് പറയുമ്പോൾ ബ്രദറിൻ്റെ മുന്നേ ഒരു ധ്യാനം ഇവിടെ നടന്നിരുന്നു. അന്ന് എൻ്റെ മോനെയും കൊണ്ട് ഞാനും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ 2ാമത്തെ മോനെ. അപ്പോൾ 2ാമത്തെ മോൻ ഒരു 3-3.5 വയസ്സ് വരെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വാക്കുകൾ പറയുമെന്നല്ലാണ്ട് അവൻ ക്ലിയറായിട്ട് സംസാരിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ തന്നെ അയൽപ്പക്കത്തുള്ളവർ ചോദിക്കും ബംഗാളി വന്നാ. അപ്പോൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ ചിരിച്ചു തള്ളാറുള്ളൂ. പിന്നെ ഒരു 3-4 വയസ്സ് കഴിഞ്ഞിട്ടും ആള് കറക്റ്റായിട്ട് സംസാരിക്കില്ല. അപ്പോൾ ഞങ്ങളിവിടെ ബ്രദറിൻ്റെ ധ്യാനത്തിന് വന്നപ്പോൾ ഞായറാഴ്ച 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം സെൻറ്റ് ഹോളിൽ രോഗികളായിട്ടുള്ളവർ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും എൻ്റെ മോനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാൾ ഉയർച്ചയിലെത്തും, ദൈവം അവനെ നല്ല രീതിയിൽ ഉയർത്തും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോൻ നന്നായി സംസാരിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് എന്നാലും അവർക്ക് സംസാരിക്കാൻ ഇതിനൊക്കെ ഒരു ഇതുള്ള കാരണം കൊണ്ട് എൻ്റെ മൂത്ത മകനാണെന്ന് എല്ലാവരും നല്ല സ്പീഡിൽ ചെയ്യുന്ന ആളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ബാക്കോട്ടാണ്. അപ്പോൾ എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ അത്രയും ഒരു ഇതുണ്ടായിരുന്നില്ല ഇവൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിലായാലും പരിപാടിയിലൊന്നും പങ്കെടുപ്പിക്കാറ്. എനിക്ക് പ്രതീക്ഷയില്ല ഇവ എങ്ങനെയാവും എന്താവും എന്നുള്ളത്. പക്ഷേ അവൻ തന്നെ പാട്ടൊക്കെ പാടിയിട്ട് ടീച്ചർമാർ അവനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അവന് പ്രൈസൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഇവിടെ കുരിയച്ചിറ ഇടവകയിൽ കൊയറിലൊരു കുഞ്ഞ് അംഗമാണ് ആള്. അന്ന് ബുധനാഴ്ച ഇതുപോലെ തന്നെ എനിക്ക് സൗഖ്യം കിട്ടിയപ്പോൾ തന്നെ എൻ്റെ മൂത്ത മോനും പ്രാർത്ഥിക്കാൻ നിന്നിരുന്നു. അപ്പോൾ അവന് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നീരുവീഴ്ച വരും. 10ലാണ് ആള്. അപ്പോൾ ആ നീരുവീഴ്ചയുടെ കേസും 10ാം ക്ലാസ്സിലത്തതും പ്രാർത്ഥിക്കാനും നിന്നത്. പക്ഷേ ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് പേരടി വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത്, അത് വിട്ടുമാറിയെന്ന് പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ഈശോയ്ക്ക് നന്ദി. ഈ മകളുടെ കൈക്കാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ഒരു സുഖം, കഠിനമായ വേദന നമ്മൾ കേട്ടു. ഇങ്ങനെ പിടിച്ചു പ്രാർത്ഥിച്ചു, അപ്പോൾ തന്നെ കർത്താവ് സൗഖ്യം നൽകി. ഹല്ലേലൂയ. യേശുവിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. എൻ്റെ ഈ കൈക്ക് ഒരു പ്രത്യേകതയില്ല, പക്ഷേ ഈ കൈ കൊണ്ട് തൊടുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന് മുഖത്ത്